ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെയാണ് നമ്മൾ അത് തന്നെ പറയാൻ പോകുന്നത്. നമ്മൾ എന്തായാലും യൂട്യൂബ് ചാനൽ നമ്മൾ നിർത്താൻ പോവുകയാണ്. എന്ത് കാരണം നിങ്ങൾ ആദ്യം നിങ്ങൾ ചോദിക്കുന്നത് ഒന്നുമില്ല. നമ്മളിപ്പം കോളേജാണെന്ന് അറിയാം. ഞാനിപ്പോൾ നേഴ്സിംഗ് ആണ് പഠിക്കുന്നത്. ഞാൻ നേഴ്സിംഗ് പഠിക്കുമ്പം അവിടെ എനിക്ക് കുറേ പരിമിതികളുണ്ട്. അവിടെ അവർ പറയുന്ന വീഡിയോ ഇടാൻ പാടില്ല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റീസെൻ്റ്ലി അറിയാം, ഞാൻ അവിടെ ചെന്നിട്ട് ബാംഗ്ലൂർ ചെന്നിട്ടൊരു വ്ളോഗ് ഇട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകണ ആ വ്ളോഗ് ഇട്ടായിരുന്നു. അപ്പം അത് തന്നെ അതിനെ അടുത്ത ദിവസം വിളിച്ച് അവർ ഡിലീറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നായിരുന്നു. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ ഞാനും പഠിത്തത്തിൻ്റെ ഇതിലോട്ടായിപ്പോയി. അതിനിടയ്ക്ക് കുറേ വീഡിയോസൊക്കെ എടുത്താൽ പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്യാനോ ഒന്നിനും സമയമില്ല. ഭയങ്കര ഇതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ തളർത്തിയെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫാമിലി അല്ല, കുറച്ച് ബന്ധുക്കളായാലും അവരെല്ലാവരും പറഞ്ഞു എൻ്റെ കണ്ണൻസൊക്കെ പോരാ, എൻ്റെ കണ്ണൻസ് ഒട്ടും കൊള്ളത്തില്ല, എല്ലാം ഫേക്കാണ് ഞാൻ ഇടുന്നത്. എൻ്റെ ഏറ്റവും പ്രത്യേകിച്ച് പറഞ്ഞത് ഇപ്പം കുറച്ച് വ്യൂസ് കയറിയിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസ് കയറിയിട്ടുണ്ട്. അത് വീഡിയോ ഐറ്റത്തിൽ നമ്മളെ വീടിൻ്റെ വീഡിയോ, അതായത് നമ്മളെ ഹോം ടൂർ ആണെങ്കിൽ കുറച്ച് വ്യൂസ് കയറി നിൽപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ സിമ്പതിക്ക് വേണ്ടിയിട്ട് അത് എന്നെ അറിയാത്ത ആൾക്കാരാണ് അവരൊക്കെ. ഞാൻ സിമ്പതിക്ക് വേണ്ടിയിട്ട് വേറൊരാളെ വീഡിയോ എടുത്തിട്ട് അതായത് എൻ്റെ ഹോം ടൂർ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടു. പിന്നെ അങ്ങനെ കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയണത് പറയാൻ എനിക്ക് വയ്യ, കണ്ടന്റ് കൊള്ളത്തില്ല, നീ അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ചത് അങ്ങനെ കുറേ എല്ലാം കേട്ടിട്ട് മടുത്ത്. അപ്പോൾ നമ്മളെന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്, നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല, നമ്മളെന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ എല്ലാം പൊട്ടിക്കെട്ടാൻ പോവുക. അപ്പോൾ ഈ ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ട് ഞാൻ ഒരു 5 ദിവസം ഇട്ടിരിക്കും. അതിനുശേഷം നമ്മൾ ഓണർഷിപ്പ് മാറ്റിയിട്ട് ഒന്ന് നമ്മൾ ചാനൽ വെക്കും, അല്ലെങ്കിൽ നമ്മൾ ചാനൽ ഡിലീറ്റ് ചെയ്യും. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യും. ഇതൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇരിക്കുന്നതല്ലേ? അല്ല, ഒരിക്കലുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞവർമാർക്കുള്ള ഏറ്റവും മറുപടി വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വൈബർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ, ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ ചാനലാണ്. ഇതിൽ ഒരു പ്രാവശ്യം മാത്രം, ഞാൻ സത്യം പറയാം, ഒരു പ്രാവശ്യം മാത്രം ഇതിൽ കുറച്ച് പ്രൊമോഷൻ നടത്തിയിട്ടുണ്ട്. അതായത് ഒരു 100 സബ്സ്ക്രൈബർ എന്തോ കയറ്റിയിട്ടുണ്ട്, അതായത് ബോട്ട് കയറ്റിയിട്ടുണ്ട്. പക്ഷേ അതത്ര നമ്മളെ അടുത്തുനിന്ന് പോയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ കയറ്റിയായിരുന്നു. എന്നിട്ട് അത്രയും പോയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും തുടങ്ങി എല്ലാം ഞാൻ ഇഷ്ടംപോലെ എത്ര എനിക്ക് അപ്പം എത്ര കപ്പാസിറ്റി ഉണ്ടായിരുന്നോ അങ്ങനെ ഓരോ വീഡിയോസിൽ നമ്മൾ ഓരോ കപ്പാസിറ്റി എല്ലാം ഇട്ട് നമ്മൾ എഫേർട്ട് എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഇത്ര 2000 ഇപ്പം നിലവിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനലിൽ 2059 സബ്സ്ക്രൈബർ ഉണ്ട്. 2059. അപ്പോൾ അത്രയും സബ്സ്ക്രൈബർ ഞാൻ ഉണ്ടാക്കിയത് വെറുതെ പറഞ്ഞിട്ടല്ല, അതായത് വെറുതെ ക്യാഷ് കൊടുത്തിട്ടോ അല്ലാതെ വേറെ ഒരു ഇതുമല്ല. ഞാൻ എൻ്റെ എഫേർട്ട് കൊണ്ട് തന്നെയാണ് അത്ര സബ്സ്ക്രൈബർ എത്തിയത്. പിന്നെ ഇത്രയും സബ്സ്ക്രൈബറൊക്കെ എത്തുമെന്ന് പറഞ്ഞാൽ എന്നെ പക്ഷേ എനിക്കിത് വലിയ കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ കുറച്ചായിരിക്കും, പക്ഷേ എൻ്റെ കൂടെ ഇത്രയും 2059 പേര് എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട് എന്നറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ കണ്ടന്റ് ഇടുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് ഒന്ന് കാണാൻ വയ്യ, അല്ലെങ്കിൽ ഇതൊക്കെ ഫേക്കാണെന്ന് പറയാൻ നിങ്ങളെയൊക്കെ എന്തിനാണ് ഞാൻ വിശ്വസിപ്പിക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വയ്ക്കുമോ, കുഴപ്പമില്ല. എൻ്റെ കൂടെ ഇത്ര പേരുണ്ട്. ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് യു ഓൾ ആർ വിത്ത് മീ. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇനിയും തുടരും. നമ്മളെന്തായാലും പുതിയ പരിപാടിയൊക്കെ എല്ലാം ഇറക്കുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ളവർ ഒരിക്കലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം ഞാൻ ഒരു നല്ല ഇതായിട്ട് റിയാക്ട് ചെയ്ത് ഇടാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇത്രയെങ്കിലും ഇട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും അല്ലാന്ന് ആയിപ്പോവും. അതുകൊണ്ട് എൻ്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ സംരംഭങ്ങളെല്ലാം തുടങ്ങുന്നുണ്ട്. അതായത് പുതിയ കണ്ടന്റൊക്കെ വരുന്നുണ്ട്. ഇപ്പം നിലവിൽ ഞാൻ ഏകദേശം 5 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയുള്ള 5 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസ് ഞാൻ ഇപ്പം ഈ ഇടയ്ക്ക് കുറച്ചൊക്കെ ഇട്ടായിരുന്നു. അതെല്ലാം ഞാൻ സത്യം തന്നെ പറയാം, എൻ്റെ ഫ്രണ്ട്സൊക്കെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. അവരോട് ഞാൻ ചോദിച്ചിട്ട് തന്നെ എടുത്തിട്ട്, അല്ല ചോദിക്കാതെ ആരോട് ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് അവരോട് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റയിലാണ് അവർ എല്ലാം വീഡിയോ ഇട്ടത്. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഇടാമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അവരോട് ചോദിച്ചിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളത്. അതാണ് നിങ്ങളെല്ലാം കണ്ടത്. അത് ഈ ഇടയ്ക്ക് 1K സംതിങ് എല്ലാത്തിലും 2 വീഡിയോസിനും കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഇനി അത്രയും ഇടുന്ന നമ്മളെ കണ്ടന്റ് ആയിരിക്കും. നമ്മൾ കിടിലൻ കണ്ടന്റായിട്ട് വരും. നമ്മൾ ഒരിക്കലും യൂട്യൂബ് ചാനലിൽ ഒരു സൈഡിൽ ഒതുക്കാൻ പോകുന്നില്ല. നമ്മൾ പഠിത്തവും കൊണ്ടുപോകും, അതിൻ്റെ കൂടെ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോകും, അത് ഉറപ്പാണ്. അപ്പോൾ ഒന്നുമില്ല, ഇതൊക്കെ തന്നെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ കണ്ടന്റായിട്ട് വരും, ആരും വിഷമിക്കേണ്ട. വൈബർ പോയിന്റ് ഈസ് ദെയർ ഫോർ യുവർ വൈബ്. അപ്പോൾ നമ്മൾ പുതിയ വൈബായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഷോർട്സിലാണെങ്കിൽ വരും. ഇനി 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2-3 ദിവസം അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്ത് തീർന്നാണോ അന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ നമ്മളെ കണ്ടന്റ് എന്താണ്, പുതിയ സംരംഭം എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ.
വീണ്ടും നമ്മളെ കണ്ടന്റ് ക്രിയേറ്റിങ്ങിലേക്ക് വീണ്ടും എടുത്തു വെച്ചിരിക്കുകയാണ്. നമുക്ക് കുറച്ച് മൈൽ സ്റ്റോണൊക്കെ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് പറയുന്നവർ കണ്ടവന്മാരെ വീഡിയോ ചെയ്യാൻ പറയുന്നവർ ശ്രദ്ധയ്ക്ക് ഇതേ ഉള്ളൂ. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിരിക്കണം. അപ്പോൾ എൻ്റേതായിട്ടുള്ള കണ്ടന്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അല്ലാതെ കണ്ടവർ ചെയ്ത കണ്ടന്റ് എടുത്തിട്ട് അവരെ പോലെ ചെയ്യേണ്ട ഒരാവശ്യം എനിക്കില്ല. അങ്ങനെയുണ്ടോ? ഒരിക്കലുമില്ല. കണ്ടവന്മാരെ നോക്കിയിട്ട് ഇപ്പം ആണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഷസാമിൻ്റെ വീഡിയോ കണ്ടിട്ട് അവനെ പോലെ ഞാൻ എഡിറ്റ് ചെയ്യാൻ അവനെ പോലെ വീഡിയോ ഇടണം, അതായത് ടെക് വീഡിയോ ഇടണം. അവൻ പറയുമ്പോൾ അത് കൊള്ളാം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ചെറിയതായിട്ട് ഇങ്ങനെ ഫേമസ് ആയപ്പോൾ ആൾക്കാർ നമ്മൾ ചോദിക്കില്ലേ, നീ ആ ഷസാമിൻ്റെ വീഡിയോ ഇടുന്നവല്ലേ? എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ചിന്ത അവരെ തരത്തില്ലേ? അപ്പം നിങ്ങൾ ആലോചിക്കുക, നമ്മൾ സ്വന്തമായിട്ട് കണ്ടന്റിന് ക്രിയേറ്റ് ഇടുന്നതാണ് നല്ലത്, അതോ കണ്ടവന്മാർ അല്ലെങ്കിൽ ബാക്കിയുള്ള അതായത് നമ്മൾ കോപ്പി അടിക്കണം നല്ലത്? നമുക്ക് ഒരു പേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി എൻ്റെ വീഡിയോ ബാക്കി എല്ലാവർക്കും എടുത്തുതന്നെ എനിക്കൊരു കുഴപ്പമില്ല, കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഈ എൻ്റെ അടുത്ത് പറഞ്ഞ എല്ലാവരോടത്തും എനിക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. ഇപ്പം ഈ ഇടയ്ക്കാണ് ഈ വെക്കേഷൻ വന്ന സമയത്താണ് ഈ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത്, ഇങ്ങനെ കുറേ നെഗറ്റീവായിട്ടൊരു സംഭവങ്ങളെല്ലാം. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള മറുപടി വീഡിയോ ആണ് ഈ വീഡിയോ അടങ്ങിയിരിക്കുന്നത്. എന്തായാലും വീടിൻ്റെ കാര്യം പറഞ്ഞവന്മാർക്ക് ഞാൻ വരുന്നുണ്ട്. ഞാൻ ഷോർട്സോ എന്തെങ്കിലും ആയിട്ട് ഞാനാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാം. അതാണ് എൻ്റെ വീടെന്ന് പറഞ്ഞ്. പിന്നെ തെളിയിക്കണമെന്ന് ഇല്ലയെന്നുണ്ട്, പക്ഷേ എന്തായാലും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലടിക്കണം, അടിച്ചു പഠിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നതായിരിക്കും. വേറെ പോയിന്റിൽ നിന്നും ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഔട്ട്.